കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും. ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, ഗവൺമെന്റാണ്. രാഹുൽ എന്തുകൊണ്ടാണ് ഇത് ഏതാണ് പെൺകുട്ടി എന്ന് പറയാം? അത് രാഹുലിനോട് ചോദിക്കണം. രാഹുൽ അതിന് മറുപടി പറയുന്നില്ല. അതിന് ബാധ്യത കോൺഗ്രസിനില്ലേ? അല്ല, ഇത് അങ്ങനെ പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാന്ന് ഇടതുപക്ഷ BJP കരുതണ്ട. പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ദ്രോഹിച്ച അധ്യാപകനെ പുറത്താക്കിയപ്പോൾ അധ്യാപകന് വേണ്ടി RSS ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടും. വിജയൻ വായന്തോട് ചേരുന്നുണ്ട്. വിജയൻ, അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളാണെങ്കിലും അത് കേട്ടത് നന്നായി. കാരണം കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ പാലത്തായി കേസിൽ പറഞ്ഞതുപോലെ അതിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ബാക്കി എന്താണ് CPM നേതാവ് അങ്ങനെ സംസാരിച്ചത് എന്നതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി എടുക്കേണ്ട നിലപാട് പറയുകയെങ്കിലും ചെയ്തിരുന്നു അവിടെ എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് കാര്യങ്ങളെന്ന് തോന്നുന്നു. ഇവിടെ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറയാൻ പോലും തയ്യാറാകുന്നില്ല. കെ മുരളീധരൻ അതിൽ വാക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. മുരളീധരന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് ഉപേക്ഷിക്കേണ്ട സമയം. കാരണം ഒരു വാക്കുപോലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഹൂ കേസ് നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്ര ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി ഇപ്പോഴെങ്കിലും ഒരു നിലപാട്, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് പുറത്താക്കിയിട്ടും വീണ്ടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ വേദികളിലും വോട്ടർമാരെ കാണാനും എല്ലാം അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അപ്പം പുറത്താക്കിയിരുന്നു എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിൽ ആ പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പോലും മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? തന്നെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതിന് ഇടയിലാണ് ഈ ഗുരുതരമായ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. വളരെ വേദനയോടുകൂടിയാണ് പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയോട് പറയുന്നത്. ഒരു മാസം മാത്രം ആയ ഗർഭിണിയുടെ മാനസികാവസ്ഥ എന്താകും എന്ന കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം, തങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടി പറയുന്നത് തന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥയാണ് താനിപ്പോൾ വിവരിച്ചത് എന്നുള്ളതാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ നേരത്തെ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി പുറത്തു വന്നതിന്റെ ആ സ്ക്രീൻഷോട്ട് കൂടി കാണുമ്പോഴാണ് ഇതിന്റെ ഗൗരവം കുറച്ചുകൂടി കൂടുതലാണെന്ന് മനസ്സിലാവുക. കാരണം ആക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷമാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുകയും ഏതെങ്കിലും ആശുപത്രിയിൽ പോകാനൊക്കെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ശബ്ദസന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. നിലവിൽ സജീവമായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സജീവമാവുകയും അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരാം എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ഇവിടെ എത്ര വലിയ പ്രതിസന്ധിയിൽ ആയിട്ടുണ്ട്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ VD സതീശൻ എടുക്കുന്ന നിലപാടൊന്നുമല്ല പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും എടുക്കുന്നത് എന്നുള്ളത് അറിയാം. KC വേണുഗോപാലിന്റെ എത്രത്തോളം തണലിലാണ് നിൽക്കുന്നത് മാങ്കൂട്ടത്തിൽ എന്നുള്ളത് അറിയാം. പക്ഷേ പല സ്ഥലങ്ങളിലും VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തമാവുന്നുണ്ട് നമുക്ക് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു അവസാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ? ഇനിയും സംരക്ഷിക്കുന്ന നിലപാടായിരിക്കുമോ KC വേണുഗോപാലിന്റേത്? ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സീറ്റ് കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇത് പരിഹരിക്കുക എന്നുള്ളത് മുന്നണിയെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് നിലവിൽ ഈ ഓഡിയോ കൂടെ പുറത്തു വരുമ്പോൾ? തന്നെ രണ്ട് ഘട്ടത്തിലായാണ് ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നത്. അതിനൊപ്പം തന്നെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ രണ്ട് സ്ക്രീൻഷോട്ടുകളോ രണ്ട് ഓഡിയോ സംഭാഷണങ്ങളോ അത് രണ്ടും നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് സമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിന്റെ ആധികാരികത നിങ്ങൾ പരിശോധിച്ചല്ലേ കൊടുത്തത്, തന്നോട് പിന്നെ ചോദിച്ചെന്ത് കാര്യം എന്നുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ആ കാര്യം നിഷേധിക്കാതിരിക്കുന്ന ഒരാളെയാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതാണ്. സ്വതന്ത്രമായി അദ്ദേഹം MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമെന്നൊക്കെ നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും ഇപ്പോഴും ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ആ സ്ഥലത്ത് പാലക്കാട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെൽക്കം ചെയ്തത് എന്ന് പോലും നമ്മൾ കണ്ടതാണല്ലോ.
തീർച്ചയായും അത് തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാണ് നിലപാട് സ്വീകരിച്ചത് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് സജീവമാവുക, പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുക എന്നൊക്കെയായിരുന്നു കോൺഗ്രസും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്ദേശിച്ചത് എന്ന് വേണം കരുതാൻ. ഈ തെരഞ്ഞെടുപ്പ് സമയത്തായതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. CPM പ്രത്യക്ഷ സമരത്തിലേക്കൊന്നും കടന്നിട്ടുമില്ല. പക്ഷേ CPM വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് പ്രതിഷേധം ഉയരുന്നത്. ആ പ്രതിഷേധം ഒരു കൊടുങ്കാറ്റായി മാറും എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ BJP പ്രത്യക്ഷ സമരത്തിൽ നിന്ന് കുറെയൊക്കെ പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇതിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നത് ഈ ലൈംഗിക ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ ഈ പെൺകുട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തെളിവുകളെല്ലാം മുഖ്യമന്ത്രി കൈമാറിയേക്കും എന്നുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട്. നേരത്തെ ഇവർ ഇത് പറഞ്ഞു നിന്നിരുന്നത് പരാതിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. അതായത് സ്ഥിരമായിട്ട് ഈ ലൈംഗിക പീഡന ആരോപണങ്ങളെല്ലാം വരുമ്പോൾ സ്ഥിരമായ ആളുകൾ എടുക്കുന്ന ഒരു ആയുധമായി തന്നെ അതിനെ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും മറ്റു നേതാക്കളാണെങ്കിലും അതിനെ കൊണ്ടുവന്നു. പക്ഷേ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത, മുഖ്യമന്ത്രിയെ കാണുന്നതിലൂടെ പെൺകുട്ടി എന്താണ്, കേസുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തന്നെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് ഈ പെൺകുട്ടി ഒരു കാരണവശാലും പരാതി നൽകില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി തനിക്ക് ഇതിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലേക്ക് പോകില്ല എന്നുള്ള അത് രാഹുലിന്റെ ഒരു ധൈര്യം കൂടി. അതായത് ഇത്രയും ട്രോമയിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഇരിക്കുന്നത് നിയമ പോരാട്ടം കൂടി നടത്താൻ വയ്യ, ആ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നതിനെ കൂടി ആ രീതിയിൽ മുതലെടുക്കുകയല്ലേ രാഹുൽ? തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ ഒരു മുതലെടുപ്പ് തന്നെയായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലമായി ഏകദേശം 3 മാസമായി ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ട്. പക്ഷേ അതിനുശേഷം ഇതുവരെയും പരാതിയായി ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. അല്ലാതെ വന്ന പരാതികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ അന്വേഷിച്ചു വരുന്നത്. അതിനിടയിലാണ് നിലവിൽ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കുമെന്നുള്ള സൂചന. അതൊരു സൂചന മാത്രമാണ്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിയെ കാണുമെന്നോ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും ഇതുവരെയും ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെ പരാതി നൽകാൻ എത്തുമെന്ന കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ പെൺകുട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഒക്കെയാണ് ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്ന സൂചന നൽകുന്നത്. അങ്ങനെ പരാതി നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടി വരും. കാരണം അതൊരു കടുത്ത ഒരു കേസാണ്. കാരണം ഗർഭചിത്രം നടത്തിക്കാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ അത് പരസ്യമായ തെളിവുകൾ, ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പദവി ഒന്നും ഉപയോഗിച്ച് രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പരാതി വന്നാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ കടക്കേണ്ടി വരും. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ പെൺകുട്ടിയുമായി ബന്ധപ്പെടുകയും ഇത്രയും കാലമായി പരാതി നൽകാൻ കഴിയാത്ത നിലയിലേക്ക് പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എത്തിച്ചേർന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇനി പെൺകുട്ടി ഈ പരാതി നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനുള്ള ആലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ വന്ന ഓഡിയോ ക്ലിപ്പ് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ പ്രതിസ്ഥാനത്തെത്തിക്കുന്നതാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ആക്കുന്നതുമാണ്. ശരി വിജയൻ.